ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1006-ാം ദിവസം. ഇന്ന് സ്ലീബായ്ക്ക് ശേഷം വരുന്ന 1-ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള മർക്കോസ് 13-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. യെശയ്യാ പ്രവചനത്തിൻ്റെ ആവർത്തനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി തുണി പോലെ പഴകും, എൻ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വീണ്ടും വരവ് എപ്പോൾ വേണമെങ്കിലും ആകാം. സന്ധ്യയ്ക്കോ പാതിരാത്രിക്കോ പുലർച്ചയ്ക്കോ പ്രഭാതത്തിലോ എപ്പോൾ വേണമെങ്കിലും ആകാം. ഇത് പ്രായത്തെയും സമയത്തെയും ഒക്കെയാണ് കുറിക്കുന്നത്. അലക്സാന്ദ്രിയ പാത്രിയർക്കീസായ മോർ അത്താനാസിയോസ് പറയുന്നത്, അന്ത്യദിവസത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവൻ ഇടക്കാലത്തെ അവഗണിക്കും. അന്ത്യദിവസത്തെക്കുറിച്ച് അറിവില്ലാത്തവനോ എല്ലാ ദിവസവും ഒരുക്കമുള്ളവൻ ആയിരിക്കും. നമ്മളിൽ പലരും ഇത്തരത്തിൽ ഒരു കാത്തിരിപ്പിൽ ആണ്. വയസ്സനാകുവാനും വയസ്സത്തിയാകുവാനുമുള്ള ഒരു കാത്തിരിപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? മാനസാന്തരപ്പെടുവാനായിട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വയസ്സനാകുവാനും വയസ്സത്തിയാകുവാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചില്ലെങ്കിലോ വാട്ട് വിൽ ഹാപ്പൻ? The door of eternity will be closed forever. നിത്യതയുടെ വാതിൽ എന്നേക്കുമായിട്ട് അടയ്ക്കപ്പെടും. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ 2-ാമത്തെ വരവിനായി നിർമ്മലതയോടുകൂടി ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.